ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കാം. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. നോക്കിയാലോ. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരായിട്ട് അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ശിശുക്കളെ ഉദാഹരണമാക്കിയും സാക്ഷി നിർത്തിയും ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന നിരവധി പഠനങ്ങൾ യേശു നൽകിയിട്ടുണ്ട്. സ്വർഗരാജ്യത്തിലെ വലിയവൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ശിഷ്യന്മാർക്ക് നൽകിയത് ഒരു ശിശുവിനെ ഉദാഹരണമാക്കിയാണ്. ഇപ്പോൾ വിചിന്തന വിഷയമായ വിവരണത്തിൽ ശിശുക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠനം നൽകുന്നത്. ഇവിടെ മർക്കോസിൻ്റെ 13-16 വാക്യങ്ങൾ ഒരുമിച്ച് പോകുന്നതും 14-15 വാക്യങ്ങൾ സഹചര്യാധിഷ്ഠിതമായി ദൈവരാജ്യത്തിൻ്റെ വെളിപ്പെടുത്തലുമാണ്. ശിശുക്കളെ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവരെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ജനങ്ങളെ ഉദ്ദേശിച്ചായിരിക്കും അവർ എന്ന് പറയുന്നത്. ശിശുക്കളെ ശിഷ്യന്മാർ തടയുകയാണ് ചെയ്തത്. അവർ കോപിച്ചു. എന്നിരുന്നാലും യേശു ശിശുക്കളെ എടുത്ത് അവരെ അനുഗ്രഹിച്ചു. ഇവിടെ ശിഷ്യന്മാർ കുഞ്ഞുങ്ങളെ തടയുന്നതും യേശു അവരോട് കോപിക്കുന്നതും തുടർന്ന് ശിഷ്യരോട് പറയുന്നതും നാടകീയമായ ആവിഷ്കാരമായി അനുഭവപ്പെടാം. കാരണം യേശു പറയുന്നു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. ഇവിടെ ശിശുക്കൾ എന്നത് പ്രതീകാത്മകമോ ഒരടയാളമോ ആകാം. യേശുവിൻ്റെ സമീപം കുഞ്ഞുങ്ങൾ ഭയലേശമന്യേ ഓടി അണയുന്നത് പോലെ ശിശു സഹജമായ മാനസിക അവസ്ഥയുള്ളവർ നിഷ്കളങ്ക മാനസരായി ദൈവരാജ്യ രഹസ്യങ്ങളെ മനസ്സിലാക്കും. അവർക്ക് മനസ്സിൻ്റെ സങ്കീർണതകളില്ല. അവർക്ക് മറച്ചുവെക്കാൻ ഒന്നുമില്ല. അവർ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവർക്ക് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. സഭാസമൂഹത്തിൽ നിഷ്കളങ്ക മാനസരെയും നന്മ മാത്രം ചിന്തിക്കുന്നവരെയും ജീവിതത്തിൻ്റെ സങ്കീർണതകളിലേക്ക് കടക്കാതെ ലാളിത്യത്തിൻ്റെ മാനദണ്ഡം സ്വീകരിക്കുന്നവരെയും സമ്പൂർണ്ണ ആശ്രയം പരമനന്മയിൽ അർപ്പിക്കുന്നവരെയും തള്ളിക്കളയരുത്. അവരുടെ ബലഹീനതകൾ ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ്. അവരെ തടയരുത്. കാരണം ശിശുക്കളെപ്പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്തവർ അതിൽ പ്രവേശിക്കാൻ വലിയ പ്രയാസമാണ്. അതിനാൽ ഹൃദയലാളിത്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രതീകമായി മാറണം. നിഷ്കളങ്ക മാനസരായി ജീവിക്കാൻ ശ്രമിക്കണം. ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായി സമർപ്പിക്കാനുള്ള മാനസികാവസ്ഥ രൂപപ്പെടുത്തണം. നിരന്തരമായ ദൈവാശ്രയ ബോധ്യം ഉണ്ടാവണം. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.